നമുക്ക് അടുത്തൊരു കസേര ജസ്റ്റ് നമ്മളുടെ ഈ കസേര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കസേര ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ ഒരു ജസ്റ്റ് ഒരു നമ്മുടെ സിലിണ്ടർ ഷേപ്പിലോ ഷേപ്പ് ഓർമ്മ ജസ്റ്റ് ടോപ്പ് വ്യൂ വന്നിട്ട് ഞാൻ അതിൽ നിന്ന് വരയ്ക്കണം. ഓക്കെ, ജസ്റ്റ് വരച്ചു മേളിലേക്ക് ആ തിക്നെസ് ഒന്ന് കയറ്റി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിലവിൽ 20 കിടക്കുന്നത്. സബ്ഡിവിഷൻസിന്റെ ഭാഗം ഉണ്ടോ? സബ്ഡിവിഷൻ ആക്സസ് 20 കിടക്കുന്നത്. ഞാൻ അവിടെ 12 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, 12 അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എല്ലാം 12 അടിച്ചു കൊടുത്താലും കൂടെ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഈ ഷേപ്പാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിന്റെ ഫേസ് മോഡ് തിക്നെസ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്റെ ഡ്രാഗ് ചെയ്തു. ഓക്കെ, നമുക്കിങ്ങനെ ഷേപ്പ് കിട്ടി. ആ ഷേപ്പ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്തു ഈ രണ്ട് സൈഡിലുള്ള ഈ രണ്ട് വെർട്ടെക്സിനെ ചെയ്തിട്ട് 6 ഇഞ്ച് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. ആ ഒരു സൈഡിലൊരു ചതുരത്തിന്റെ ഒരു ഫോർമാറ്റിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡും ഉരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ചെറിയ ഒരു വേരിയേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ ബാക്കിലേക്ക്. ഓക്കെ, ഈ മൂന്നാണ്. ഓക്കെ, ബാക്ക് സൈഡില് വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഈ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ പുറത്തേക്ക് തടുപ്പിച്ചിട്ടാണ് മേളിലേക്ക് പോകുന്നത്. ആ തടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതായി വിടുന്നു. ബാക്കിലെ ഈ രണ്ട് ഫേസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എക്സ്ട്രൂഡ് കൊടുത്ത് തിക്നെസ് വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താ പുറത്തേക്ക് ഒരു തടുപ്പായി. പക്ഷെ ഇത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ്, രണ്ട് സൈഡും സ്ട്രെയിറ്റ് ആണെങ്കിൽ പക്ഷെ ഇവിടെ വരുമ്പോ നമുക്ക് പറയാം അതൊരു ചെരിഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് ചെറുതായിട്ട് ചെയ്തത് നേരെ. ഓക്കെ, അതിനുശേഷം ഈ നടുവിന് വളവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഇല്ല അങ്ങനെ മുന്നോട്ടെ കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് എന്താണ് ഈ രണ്ട് ഫേസ് എടുത്തു, എക്സ്ട്രൂഡ് കൊടുത്തു, തിക്നെസ് വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ, നടുഭാഗം കൊണ്ട് എന്താ ചെയ്തേക്കുന്നത് വീണ്ടും ചെറുതാകുക. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ആറടിച്ചിട്ട് ഫീൽ ചെയ്തു. വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുത്തു, തിക്നെസ് വാല്യൂ ഒന്ന് കൂട്ടി മേളിലേക്ക് വന്നു. പിന്നെ 6 അടിച്ച് ജസ്റ്റ് അതിനൊന്ന് സ്കെയിൽ ചെയ്ത് വലുതാക്കി. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ വെർട്ടെക്സ് എടുത്തിട്ട് ജസ്റ്റ് ഈ നടുക്കത്തെ വെർട്ടെക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓട്ടോമാറ്റിക്കലി ചെരിവും നമുക്കവിടെ കാണാം. ഓക്കെ അല്ലേ? പിന്നെ എന്താ മേളിലത്തെ ഈ തടുപ്പ്, ഇവിടെ തടുപ്പില്ലേ മേളിലേക്ക് ഹാൻഡിൽ വരുന്ന പോലത്തെ ആ തടുപ്പ്, ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വീണ്ടും ഫേസ് മോഡിലേക്ക് വരിക. ഓട്ടോമാറ്റിക്കലി ആ രണ്ട് ഫേസ് സെറ്റ് ആയിരിക്കും. എക്സ്ട്രൂഡ് കൊടുക്കുക, ഒന്ന് ചെറുതായിട്ട് പൊപ്പിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. അതിനുശേഷം ഈ രണ്ട് എഡ്ജസിന്റെ നോക്കുക, അവിടെ ഒരു ചെറിയ വെട്ട് വന്നിട്ടാണ് ഇങ്ങനെ നിരപ്പായിട്ടാണ് അല്ലേ? അപ്പൊ അവിടെ എഴുതിട്ടുണ്ട്, പക്ഷെ കാല് വരുന്നത് ഇതിലേക്കാണ്.
ഈ നമ്മുടെ കാല് യഥാർത്ഥത്തിൽ കാല് ചൂടാകുന്നത് ഇതിന്റെ ഇവിടെ രണ്ട് പോർഷൻ ഇല്ല, ഇവിടെ ഒരു പോർഷനേ ഉള്ളൂ, ഇവിടെ വരുമ്പോൾ ഒരു പോർഷനും ഇവിടെ ഒരു പോർഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഈ ഫേസിന്റെ ഇവിടുത്തെ ഫേസും ഇവിടുത്തെ ഫേസ് വേണ്ട വെർട്ടെക്സ് എടുത്താൽ ജസ്റ്റ് ഈ വെർട്ടെക്സ് എടുക്കും, ഓപ്പോസിറ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ വെർട്ടെക്സ് എടുത്തിട്ട് ഡബ്ല്യു പ്രസ് ചെയ്ത് ബാക്കിലേക്ക് ഇറക്കി. ഓക്കെ, എന്താണ് ബാക്കിലേക്ക് ചെറുതായിട്ട് ഇറക്കി വെച്ചു. പക്ഷെ ഇവിടെ ഇത്രയും വലിപ്പമാണ്, ഇവിടെ മതി, ചെറിയ വലിപ്പം മതി. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ വലിപ്പത്തിന് വേണ്ടി അവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇവിടെ നമുക്ക് ഈ എഡ്ജസ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് പോകും, പക്ഷെ ബാക്ക് ആ കട്ടിങ്ങിന് ഇവിടെ നിന്ന് മേലിലേക്ക്. അപ്പൊ ആ കട്ടിങ്ങിന് മേലിലേക്ക് എടുക്കാനുള്ള ഭാഗത്ത് ഓക്കെ, ഇവിടെ നിന്നാണ് ഈ കട്ടിങ്ങോട് ചേർന്നാണ് താൻ താഴത്തേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഗ്യാപ്പ് പറയണം. ജസ്റ്റ് ഈ രണ്ട് വെർട്ടെക്സും എടുത്തു, വെർട്ടെക്സും എടുത്തിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡബ്ല്യു ചെയ്തിട്ട് ബാക്കിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഇവിടെ ഈ ഗ്യാപ്പ് അല്ലേ ഇവിടെ നിന്നുള്ള വെറ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ രണ്ട് വെർട്ടെക്സ്, അതായത് രണ്ട് വെർട്ടെക്സ് ആ ഷേപ്പ് ഓക്കെ ട്യൂട്ടോറിയൽ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് താഴത്തേക്ക് എസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഷേപ്പ് നമുക്ക് കിട്ടും. ആ എൽ ഷേപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ അല്ലേ. ഈ ബെൻഡ് എന്ത് ചെയ്യണം, ഈ ബെൻഡ് ഇവിടുന്ന് ഫേസിനെ താഴെ നിന്ന് ഈ ഫേസുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കുക, ഈ ഫേസിനെ ഈ ഫേസുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എക്സ്ട്രൂഡ് ചെയ്ത് വന്നേക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ഫേസ് എടുക്കുക, ഈ ഫേസും സൈഡിലുള്ള ആ ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എക്സ്ട്രൂഡ് കൊടുക്കുക, ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ആർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ഒന്ന് മേളിലേക്ക്. ഓക്കെ ആണോ, ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മേളിലേക്ക്. അപ്പൊ അങ്ങനെ കൂടി വരുന്ന ഷേപ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതിനുശേഷം നോക്കുക, അത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജോയിന്റ് ആയിരിക്കും, ഇവിടെയല്ല. എന്ത് ചെയ്യണം, ഈ മേളത്തെ ഫേസ് ആണ് നമുക്ക് ഓക്കെ അല്ലേ. ജസ്റ്റ് ഇവിടെ എടുക്കുക, അതിനുശേഷം എക്സ്ട്രൂഡ് കൊടുക്കുക, തിക്നെസ് വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്താൽ ഇങ്ങനെ വരും. ഓക്കെ, ആ എക്സസിലേക്ക് അത് വളരും. അതിന് പകരം എന്ത് ചെയ്യണം, ഡബ്ല്യു പ്രസ് കൊടുത്ത് മേളിലേക്ക് എടുത്തിട്ട് ഒരു പകുതിക്ക് മതി ഈ നടുക്കിട്ടേക്കുന്ന ആ ഒരു കുപ്പില്ലേ ആ വലുപ്പത്തിലേക്ക് എത്തിച്ചിട്ട് ആറെടുത്ത് അല്ലേ. അതിനുശേഷം ഈ ഫേസും ഈ ഫേസുകൾ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക, തിക്നെസ് വാല്യൂ ഒന്ന് കൂട്ടിയാല് ഇതാ ഇന്ന് ആറടിക്കുക,